ഹലോ, എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡബിൾ ക്ലിക്ക് തന്നെയാണെന്ന് തോന്നുന്നു, റൈറ്റ്? ഡബിൾ ക്ലിക്കിൻ്റെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൗസ് ഓവർ ഇവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം, സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. Okay. So once again, welcome back to Shanimz Academy. Okay. അപ്പോൾ നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് മൗസ് ഓവർ ഇവൻ്റ് ആണ്. ഇവിടെ എച്ച് ഉച്ചരിക്കില്ല. ഓക്കെ, ഹോവർ എന്നല്ല ഓവർ എന്ന് തന്നെയാണ് കേട്ടോ പറയാം. മൗസ് ഓവർ ഇവൻ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇതിൽ ഞാൻ ഗാലറിയുടെ മുകളിലോട്ട് കൊണ്ടുവരും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഈ മൗസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഗാലറിയുടെ മുകളിലോട്ട് പോയിന്റർ കൊണ്ടുവരുമ്പോൾ ഒരു ലിസ്റ്റ് വരുന്നു. ദെൻ എന്താണ്, എനിക്ക് അതിലത്തെ ഒരു ലിസ്റ്റിലോട്ട് പോയിട്ട് ആ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അത് വേറെ പേജിലോട്ട് പോയോണ്ടാണ് ഇങ്ങനെ വരുന്നത്. നെറ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് വരുന്നത് കേട്ടോ. എന്താണ്, ഗാലറിയിലേക്ക് പോയിട്ട് ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുന്നില്ല, ഗാലറിയുടെ മുകളിൽ കൊണ്ടുവയ്ക്കാണ്. ആ ബട്ടന്റെ മുകളിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നേ ഉള്ളൂ. ദെൻ എന്ത് ചെയ്യണം, അതിലത്തെ ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ടാസ്ക് അല്ല, ഇന്നത്തെ നമ്മുടെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രാക്ടിക്കൽസിൻ്റെയും പേജുകളുണ്ടല്ലോ, ഈ വെബ് പേജുകളും ഞാൻ എന്താക്കുന്നുണ്ട്, എൻ്റെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസിനും താഴെ ആ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സെയിം ഡ്രൈവിൻ്റെ തന്നെ എല്ലാ ഫയലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ഓപ്പൺ ആയോ? ഇത് ഞാൻ ആക്ച്വലി റൈറ്റ് ക്ലിക്കിൻ്റെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോഴേക്കും ലാപ്പ് ഓഫ് ആയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത് എന്തായിരുന്നു, മൗസ് ഓവർ ഇവൻ്റ് അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നു, പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂല് ക്ലാസ് മൗസ് ഓവർ ഇവൻ്റ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്യുന്നു. ദെൻ ഇത് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് ഞാൻ ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്യണത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് URL ഓപ്പൺ ആയിട്ട് വരണ്ടേ? ഓക്കെ, ഇത്രയും ചെയ്താൽ നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേജിലോട്ട് വരാം. ഇതിൻ്റെ ഈ ബട്ടൺ, ഇതൊരു ബട്ടനാണ്, പക്ഷെ ബട്ടൺ ക്ലിക്ക് ചെയ്യണില്ല. നമ്മൾ ഇതിൽ മുകളിലോട്ട് വരുന്നതല്ലേ ഉള്ളൂ, മൗസ് ഓവറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ബട്ടൻ്റെയും ഇതിലത്തെ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെയും, ഇപ്പോൾ ക്ലോത്ത്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലോത്ത്സിൻ്റെയും ടാർഗറ്റ് ഫെച്ച് ചെയ്തെടുക്കണം ആദ്യം തന്നെ. അപ്പം അതിനായിട്ട് സെലീനിയം ID എടുത്തു. ഞാൻ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ടാർഗറ്റ് മാത്രം ഫെച്ച് ചെയ്തെടുത്താൽ മതി. സെലക്ട് കൊടുത്തു, ബട്ടൺ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബട്ടൻ്റെ വന്നിട്ടുണ്ട്. എഗെയിൻ അടുത്തതെടുത്തു. അതിലെന്താണ്, ബട്ടൻ്റെ മുകളിൽ എച്ച് ഓവർ അല്ല, മൗസ് ഓവർ വന്നിട്ട് എന്താക്കുക, ഇപ്പോൾ ക്ലോത്ത്സ് ആണ്, ക്ലോത്ത്സിൻ്റെ അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ എന്താണ് ടാർഗറ്റ് നമുക്കിവിടെ ഫെച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഈ ബട്ടൻ്റെ മുകളിലോട്ട് മൗസ് കൊണ്ടുപോകണം അല്ലേ? ഈ ബട്ടൻ്റെ മുകളിലോട്ട് മൗസ് കൊണ്ടുപോകണം. ക്ലിക്ക് ചെയ്യേണ്ട, മൗസ് കൊണ്ടുപോയാൽ മതി. അപ്പം മൗസിൻ്റെ ഈ മൗസ് ആക്ഷനാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് പഠിച്ചപ്പോഴും ഇവിടെ ഒരു മൗസ് ആക്ഷനാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ, നമ്മൾ ഈ മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ മൗസ് കൊണ്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ അവിടെ ഒരു മൗസ് ആക്ഷൻ നടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതേ സെയിം ആക്ഷൻ ക്ലാസ്സും ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും.
മൗസ് ആക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൗസ് ആക്ഷൻ ഏതെങ്കിലും ഇതിൽ ഡബിൾ ക്ലിക്ക് ആയാലും റൈറ്റ് ക്ലിക്ക് ആയാലും മൗസ് ഓവർ ആയാലും മൗസ് ആക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ആക്ഷൻ ഒബ്ജക്ട് നെയിം കൊടുത്തു, ന്യൂ ആക്ഷൻസ് എന്താണ്, ദെൻ ഡ്രൈവർ നമ്മൾ പാസ് ചെയ്തു. ക്ലിയർ ആയോ? ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആക്ട് ഈ വേരിയബിൾ നെയിം ഡോട്ട് ഡബിൾ ക്ലിക്ക് ഡോട്ട് പെർഫോം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തത്. ഇവിടെ ഡബിൾ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്തത്. മൗസ് ഓവർ ഇവന്റ് ആകുമ്പോൾ വേറൊരു ഫംഗ്ഷനാണ് വരുന്നത്. അതെങ്ങനെയാണ്, ആക്ട് ഡോട്ട് മൗസ് ടു എലമെന്റ് എന്നുള്ളതുണ്ടായിരിക്കും. മൗസ് ടു എലമെന്റ്. ഓക്കെ, മൗസ് ടു എലമെന്റ് ആ ഫസ്റ്റ് വൺ സോറി മൂവ് ടു എലമെന്റ് തെറ്റിപ്പോയി കേട്ടോ. മൂവ് ടു എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ദെൻ ഇതിനു മുൻപ് നമ്മൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു. എന്തായിരുന്നു, നമ്മൾ ആ ബട്ടന്റെ ടാർഗറ്റ് ടച്ച് ചെയ്ത് വെച്ചത് ഇവിടെ നമ്മൾ ആ ഹെഡിങ് ടച്ച് ചെയ്ത് വെച്ച പോലെ തന്നെ എന്താക്കണം, ബട്ടന്റെ ടാർഗറ്റ് ഇവിടെ നമ്മൾ വെബ് ഡ്രൈവറിൽ സെറ്റ് ചെയ്യണം അല്ലേ, വെബ് എലമെന്റിൽ സെറ്റ് ചെയ്യണം. വെബ് എലമെന്റ് ഇപ്പോ ടി എന്ന് കൊടുക്കണം, ഈക്വൽ ടു എന്തായിരുന്നു, ഡ്രൈവർ ഡോട്ട് എന്തായിരുന്നു, ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് CSS അല്ലായിരുന്നേ, നോക്കട്ടെ, CSS. ഇതൊന്നും ഞാൻ കോപ്പി ചെയ്യുന്നുണ്ടേ. CSS സെലക്ടറിനുള്ളിൽ കോഡ്സിൽ ഞാൻ എന്ത് എഴുതി, ബട്ടൺ ഡോട്ട് ആ ടാർഗറ്റ് നേരെ കൊടുത്തു. വെബ് എലമെന്റ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തേ, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, നമ്മളൊരു വെബ് പേജ്, ആ പേജ് ഓപ്പൺ ചെയ്തു അല്ലേ. ദെൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടാർഗറ്റ് എന്താക്കി, ടി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ വെബ് എലമെന്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്തു, മൗസ് ആക്ഷൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇവിടെ, ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈ ആക്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കാം, ഈ മൗസ് ഓവർ ഇവന്റിന്റെ ആക്ഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ആക്ട് ഡോട്ട് മൂവ് ടു എലമെന്റ് എന്നുള്ളത് കോൾ ചെയ്യുക, അതിൽ ടി എന്നുള്ളത് വന്നു ഓട്ടോമാറ്റിക്കലി. ദെൻ ഡോട്ട് പെർഫോം എന്നുള്ള ഡോട്ട് പെർഫോം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ആയപ്പോൾ ഡബിൾ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷനാണ് എടുത്തത്. പക്ഷേ ഇതെന്താണ്, മൗസ് ഓവർ ആയതുകൊണ്ട് മൂവ് ടു എലമെന്റ് എന്നുള്ള ഫംഗ്ഷനാണ് എടുത്തത്. കാരണം എന്താണ്, നമുക്കിത് ഒരിക്കലും ക്ലിക്ക് ചെയ്യല്ല വേണ്ടത്, ഈ മൗസ് പോയിന്റർ എങ്ങോട്ട് പോകണം, നമ്മൾ പറയണ പൊസിഷനിലോട്ട് പോകണം. നമ്മളിപ്പോൾ ഈ ബട്ടന്റെ ടാർഗറ്റ് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ, അപ്പൊ ആ പൊസിഷനിലോട്ട് പോകണം എന്നാണ് ഇതിൽ പറഞ്ഞു നോക്കുന്നത്. ദെൻ ഇപ്പൊ നമ്മൾ മൗസ് ആക്ഷൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഈ ആക്ഷൻ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ആക്ഷൻ ക്ലാസ് വർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് പെർഫോം എന്നുള്ള ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യണത്. ക്ലിയർ ആയോ? ആക്ഷൻ ക്ലാസ് വർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് പെർഫോം എന്നുള്ള ഫംഗ്ഷനോടെ കോൾ ചെയ്തത്. ഓക്കെ, ഇതേ സെയിം തന്നെ, ഡബിൾ ക്ലിക്കിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ ഈ ഫംഗ്ഷന്റെ പേരിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ, മൂവ് ടു എലമെന്റ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താ ഔട്ട്പുട്ട് വരണേന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ ആ മൗസ് ബട്ടന്റെ മുകളിലോട്ട് മൗസ് പോയിന്റർ വരെ ചെയ്യുള്ളൂ കേട്ടോ. സിസ്റ്റം സ്ലോ ആയതുകൊണ്ടാണ്, ജസ്റ്റ് വെയിറ്റ് ചെയ്യേ. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ആ മൗസ് ഓവറിന്റെ ആക്ഷൻ തന്നെ അവിടെ വർക്ക് ആയില്ലേ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇതിലത്തെ ക്ലോത്ത്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം അല്ലേ. അതിന് നമ്മൾ ക്ലോത്ത്സിന്റെ ടാർഗറ്റ് അവിടെ വെച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ, എന്തായിരുന്നു, ക്ലോത്ത്സ് തന്നെ. ഓക്കെ, അത് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഒരു വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യണം. വെബ് എലമെന്റ് ക്ലോത്ത്സ് അല്ലേ, അപ്പോൾ ഞാൻ CL എന്ന് കൊടുത്തിട്ടുണ്ട്. CL ഈക്വൽ ടു ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എന്തായിരുന്നു,
അതൊരു ലിങ്ക് ആയിരുന്നു അല്ലേ? ബൈ ഡോട്ട് എന്താണ്? ലിങ്ക് ടെക്സ്റ്റ് കൊടുക്കും. ഓക്കെ, ലിങ്ക് ടെക്സ്റ്റ് ക്ലോസ് കൊടുക്കും. നമ്മൾ ലൊക്കേറ്റേഴ്സ് എടുത്തിട്ടില്ല അല്ലേ? അതാണ് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വന്നത്, ലിങ്ക് ടെക്സ്റ്റ് എന്താണെന്നുള്ള ഡൗട്ട് വന്നത്. ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെലീനിയം വെബ് ഡ്രൈവറിലുള്ള ഒരു ലൊക്കേറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലൊക്കേറ്റേഴ്സ് എടുക്കാം. കാരണം സെലീനിയം ഐ ഡിയിൽ ഒരു 5 ലൊക്കേറ്റേഴ്സ് ആണെങ്കിൽ സെലീനിയം വെബ് ഡ്രൈവറിൽ 8 ലൊക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൊക്കേറ്റേഴ്സിൻ്റെ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. ഏറ്റവും ലാസ്റ്റ് എടുക്കാം ഞാനത്. ഓക്കെ, അപ്പം അതിന് മുന്നെടുക്കേണ്ട 2-3 കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്താക്കാം, ലൊക്കേറ്റേഴ്സ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. എന്താണ് ആക്ട് ഡോട്ട് എന്താണ് ക്ലിക്ക് 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 CL ഡോട്ട് പെർഫോം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ക്ലോത്ത്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ഇത് സൈറ്റ് കണ്ട് റീച്ച്ഡ്. വേറൊരു പേജിലോട്ട് പോയി നോക്കണ്ട്. google.com സെർച്ച് ക്ലോത്ത്സ് ഗാലറി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൗസ് ആക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു ആക്ഷൻ ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ്, ആ ബട്ടന്റെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെബ് എലമെന്റ് വെച്ചിട്ട് ഞാനൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്തു, ഈ ആക്ഷൻ ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് മൂവ് ടു എലമെന്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ദെൻ ആക്ഷൻ ക്ലാസ് വർക്ക് ആവാൻ വേണ്ടിയിട്ട് ഡോട്ട് പെർഫോം ഫംഗ്ഷനിങ് കോൾ ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഇതിന്റെ മുകളിലോട്ട് പോയി ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ മെനു വന്നു. അതിൽ ക്ലോത്ത്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു, ക്ലോത്ത്സിന്റെ ടാർഗറ്റ് വെച്ച് ചെയ്തിട്ട് ഒരു വെബ് എലമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് CL എന്ന് പറഞ്ഞതിൽ സ്റ്റോർ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആക്ട് ഡോട്ട് ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. അതായത് മൗസ് ആക്ഷൻ തന്നെയാണല്ലോ, അപ്പോൾ അതിനെ ഡോട്ട് പെർഫോം എന്നുള്ളത് കോൾ ചെയ്തു. ക്ലിയർ ആയോ? സോ ഇതാണ് മൗസ് ഓവർ ഇവന്റ് വരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഒരു മിനിറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ളത് പക്ക പഠിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ക്ലാസ് ഏകദേശം വെബ് ഡ്രൈവറിൻ്റെ ക്ലാസ് ഏകദേശം തീരാറായിട്ടുണ്ട്. അതിനൊരു 2-3 മാക്സിമം 4 വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് ഫ്രെയിം എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കണം, റൈറ്റ് ക്ലിക്ക് എടുക്കണം, പിന്നെ എന്തായിരുന്നു, ലൊക്കേറ്റേഴ്സ് എടുക്കണം, സ്ക്രോൾ എന്നുള്ള കൺസെപ്റ്റൊക്കെ എടുക്കണം. 4 വീഡിയോസ് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ സെലീനിയം വെബ് ഡ്രൈവർ നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. സിമ്പിളാണ്.